നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള ചലച്ചിത്ര ലോകം വിവാദങ്ങളുടെ കൊടുങ്കാറ്റിൽ ആടിയുലയുകയാണ്. ഏതാനും ദിവസങ്ങളായി ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും. താരങ്ങളും സംവിധായകരും ഉൾപ്പെടെ വലിയൊരു വൻ താരനിര തന്നെ സംശയത്തിന്റെ നിഴലിലാണിപ്പോൾ. കൂടാതെ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ രാജിയോടെ അമ്മ പിളർപ്പിന്റെ വക്കിലാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇതിൽ ഒരു വിഭാഗം താരങ്ങൾ സിദ്ദിഖിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയർത്തി നേരിട്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. നടൻ സിദ്ദിഖെ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന യുവനടി രേവതി സമ്പത്ത് ഇന്നലെ ആരോപിച്ചത്. പല സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തുന്നു. +2 കഴിഞ്ഞ സമയത്ത് സാമൂഹ്യ മാധ്യമം വഴി സിദ്ദിഖ് ബന്ധപ്പെടുകയായിരുന്നു ഇങ്ങോട്ട്. പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അന്നെനിക്ക് പ്രായം വെറും 21 വയസ്സാണ്. മകൻ അഭിനയിക്കുന്ന സിനിമയിൽ വേഷം തരാം എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചു വരുത്തിയത്. ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചു. എതിർത്തപ്പോൾ എന്നെ അടിക്കുകയും തൊഴിക്കുകയും ചെയ്തു. തുടർന്ന് ബലാത്കാരം ചെയ്തതായാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് രേവതി സമ്പത്ത്. തന്നെക്കുറിച്ച് ആരോട് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നും സിനിമയിൽ അവസരം ഇല്ലാതാക്കുമെന്നും ഭീഷണിപ്പെടുത്തി എന്നും രേവതി പറയുന്നു. ഫേസ്ബുക്കിൽ 2019 പീഡന വിവരം വെളിപ്പെടുത്തിയപ്പോൾ സൈബർ ആക്രമണം ഞാൻ വളരെ വലിയ രീതിയിൽ നേരിട്ടു. +2 കഴിഞ്ഞ് മോഡലിംഗ് ശ്രദ്ധിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെട്ടത്. മോളെ എന്ന് വിളിച്ചാണ് അദ്ദേഹം ആദ്യം സമീപിച്ചത്. ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നും രേവതി കൂട്ടിച്ചേർക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ എന്നോട് ഈ വിധത്തിൽ പെരുമാറിയ സിദ്ദിഖ് ഒരു ക്രിമിനലാണ് എന്നാണ് രേവതി പറയുന്നത്. സിദ്ദിഖിന് പുറമെ നടൻ റിയാസ് ഖാനെതിരെയും രേവതി ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. റിയാസ് ഖാൻ ഫോണിൽ വിളിച്ച് അശ്ലീലം പറഞ്ഞു എന്നും പറയുന്നു. സഹകരിക്കുന്ന കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നും റിയാസ് ഖാൻ ആവശ്യപ്പെട്ടതായി നടി വ്യക്തമാക്കി. സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ കേസുമായി മുന്നോട്ട് പോകാനാണ് രേവതി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതിനായി സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ വേണം എന്നും രേവതി പറയുകയുണ്ടായി. വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ വിശേഷങ്ങൾ അറിയാം. വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.